ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇൻഷാല്ല ഇന്ന് നമ്മുടെ 4ാമത്തെ സംരംഭത്തെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ സുഹൃത്തെ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലുള്ള 101 സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ്. അതായത് സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്ന, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന, സ്വന്തമായിട്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പോൺസറിന്റെ കീഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചെറിയ ചെറിയ ബിസിനസ്സുകളെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ സൗദി അറേബ്യയിൽ നല്ല ജോലിയൊക്കെ നേടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ പിന്തുടരുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗദി അറേബ്യയിലുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ജോബ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ സൗദി അറേബ്യയിലുള്ള നമ്മൾ ഇന്റലിജൻസ് അറബിക് അക്കാഡമിയായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടിട്ട് അവരുടെ കോഴ്സിൽ ചേരുന്ന 100 പേർക്ക് നമ്മുടെ ഗ്രൂപ്പ് മുഖാന്തരം വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുതിയ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരെ അറബി പഠിപ്പിച്ച് നല്ല 100 ജോലികളിലേക്ക്, വേക്കൻസികളിലോട്ട് വളരെ പെട്ടെന്ന് തന്നെ കയറ്റുന്നതിനുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇന്റലിജൻസ് അറബിക് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. വെറും 3000 രൂപ മാത്രമേ ഉള്ളൂ 3 മാസത്തെ കോഴ്സ് അറബിക്ക് പഠിക്കുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സോടൊപ്പം തന്നെ 3 മാസം കഴിയുമ്പോഴത്തേക്കും സൗദി അറേബ്യയിൽ തന്നെ 30,000-40,000 രൂപയൊക്കെ സാലറി ഉള്ള നല്ല ജോലിയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ തന്നെ മറക്കണ്ട. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും നോക്കുക. നല്ല അടിപൊളിയായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അവർ അറബി നിങ്ങളെ പഠിപ്പിച്ചു തരും. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിൽ നല്ല വിശ്വസ്തമായ ഒരു മേഖലയിൽ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചിക്കൻ സ്റ്റാളാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾക്ക് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ സംരംഭത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോസ് കാണുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ സൗദി അറേബ്യയിലുള്ള 4ാമത്തെ ജോലി സംരംഭത്തെ പരിചയപ്പെടുത്തുന്ന വീഡിയോസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കോഴിക്കടയാണ്, ചിക്കൻ സ്റ്റാൾ. അതായത് നമ്മൾ ഫ്രഷ് കോഴി കമ്പനികളിൽ നിന്ന് വാങ്ങി അത് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്യുന്നൊരു പ്രോസസ്സിങ് മെത്തേഡാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പരിചയപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: എത്ര രൂപ നമുക്ക് ചിലവാകും, എന്തൊക്കെ മെഷീനറീസ് വേണം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ, ഇതിനകത്ത് മാസം നമുക്ക് എത്ര രൂപ വരെ ശമ്പളമാണെങ്കിൽ അങ്ങനെയും, അല്ലാതെയൊക്കെ ആണെങ്കിൽ ആ രീതിക്ക് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു ചിക്കൻ കട എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചിക്കൻ സ്റ്റാൾ അത്യാവശ്യം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചിക്കൻ ഇറക്കി ക്ലീൻ ചെയ്ത് ഒരാവശ്യാനുസരണം കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ നിങ്ങൾ ഇനി ഒരു ചിക്കൻ സ്റ്റാൾ ചെയ്യാൻ തന്നെ തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്. ഇത് അതിനടുത്ത് തന്നെ കാണുന്ന ഒരു ചിക്കൻ സ്റ്റാളാണ്. അവർ മറ്റടുത്ത കച്ചവടം കണ്ടിട്ട് അതിനോട് ചേർന്ന് ചെയ്തൊരു പരിപാടിയാണ്. അത്ര ചിലവ് മാത്രമേ ഉള്ളൂ ഒരു ചിക്കൻ സ്റ്റാൾ ചെയ്യാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയ തല്ലാജയൊക്കെ വെച്ച് ഒരു ചെറിയ വാഷ് ബേസിനും സെറ്റ് ചെയ്ത് ഒരു ആൾ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. പക്ഷേ എന്തായാലും മറ്റൊരു കമ്പനിയാണ്. അതിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വെച്ചിട്ട് അദ്ദേഹം കുറച്ച് നാൾ വീണ്ടും തുറക്കും, പിന്നെയും അടയ്ക്കും. ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ മെഷീനറീസ് വേണം, ഒരു സ്റ്റാളിന് എന്തൊക്കെ മെഷീനറീസാണ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് വലിയ ഒരു ചിലവുമില്ല. നമ്മൾ കട അത്യാവശ്യം നല്ലതുപോലെ വൃത്തിയായിട്ടുള്ള ടൈൽസൊക്കെ ഒട്ടിച്ച കടയായിരിക്കണം. അതിനുശേഷം നമുക്ക് ആവശ്യം 3 തല്ലാജ. നമുക്ക് കിട്ടുന്ന ചിക്കൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 തല്ലാജ, 1 2 തല്ലാജ. ഇപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു കടയിനകത്ത് ഒരു തല്ലാജ വെച്ചും തുടങ്ങുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ 1 2 3 തല്ലാജകൾ നമ്മുടെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് തല്ലാജയുടെ ഇത് കൂട്ടാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് കൊടുക്കാൻ, വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയ വാഷ് ബേസിൻ. ഇതാണ് നമുക്ക് ആവശ്യം. പിന്നെ ഇവിടെ ബലദിയടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മറ്റേ ഈച്ച അതും ഇതൊക്കെ വരാതിരിക്കാനുള്ള ഇത് വേണം. പിന്നെ ഇതേപോലെ നമുക്കൊരു സെറ്റിയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊക്കെ ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇരിക്കാൻ സമയം കിട്ടൂല എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എപ്പോഴായാലും നിങ്ങൾ കട എവിടെ എടുത്താലും എന്ത് ചെയ്യുക, നല്ല സ്ഥലം നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത്, നമുക്ക് എത്രയാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഇപ്പോൾ ഒരു കമ്പനി ഒരു ചിക്കൻ നിങ്ങൾക്ക് കൊണ്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അവരൊരു
15 റിയാലിനൊക്കെയാണ് ഒരു 1000 ഗ്രാമിൻ്റെ ചിക്കനൊക്കെ തരുന്നത്. നിങ്ങൾക്കത് 20 റിയാൽ, 18-19 റിയാൽ വരേക്കും വിൽക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോഫിറ്റ്. അപ്പോൾ ഒരു ചിക്കൻ നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 5 രൂപ 4 റിയാൽ വരെ ഏറ്റവും കുറഞ്ഞത് കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ നമുക്കൊരു ദിവസം 100 ചിക്കൻ വിൽക്കുന്നവരുണ്ട്, 200 ചിക്കൻ വിൽക്കുന്നവരുണ്ട്. ഓരോ കടകളിലെയും കാര്യങ്ങളൊക്കെ ഓർഡർ പിടിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ച് ഇത് മാറും. അപ്പോൾ നിങ്ങൾ ചിക്കൻ കട തുടങ്ങുമ്പോൾ അത്യാവശ്യം വീടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ല ഏരിയ നോക്കിയിട്ട് ഒരു ചെറിയ വാടകയിലുള്ള ഒരു കട എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് ഇത്. പക്ഷേ ഞാൻ വീണ്ടും അതോടൊപ്പം തന്നെ പറയുന്നത്, നമ്മളെപ്പോഴും ഇത് നല്ല ലാഭമുള്ള കടയാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസയും പോകും. അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിച്ച് കടകളൊക്കെ നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.